ഒരു ഭാഗത്ത് സമാധാനത്തിനുള്ള സന്നദ്ധത അറിയിക്കുക, മറുഭാഗത്ത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ യുദ്ധവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രഖ്യാപിക്കുക. ആ വൈരുദ്ധ്യങ്ങളിലാണ് നമ്മൾ ഡൊണാൾഡ് ട്രംപിനെ കാണുന്നത്. ഇറാന്റെ പുതിയ നേതൃത്വം ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അതിന് താൻ തയ്യാറാണെന്ന വിവരവും ഡൊണാൾഡ് ട്രംപ് അറിയിക്കുന്നതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇറാന്റെ നാവിക കപ്പലുകൾ മുക്കിക്കളഞ്ഞുവെന്നും ഇറാന്റെ നാവികസേന ഇനി കടലിനടിയിൽ ഒഴുകി നടക്കുന്നത് കാണാം എന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇതിൽ ഏത് ഭാഗമാണ് വിശ്വാസത്തിൽ എടുക്കേണ്ടത് എന്ന ആശയക്കുഴപ്പം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. മുൻപത്തേതുപോലെ തന്നെ ഒമാന്റെ വിദേശകാര്യമന്ത്രി മീഡിയേറ്ററുടെ റോളിൽ വീണ്ടും എത്തിയിട്ടുണ്ട്. ഈ ചർച്ചകൾ സത്യസന്ധമായി മുന്നോട്ട് പോകുമോ? ഈ ചർച്ചകൾ ഗുണകരമായ ഫലങ്ങൾ ഉണ്ടാക്കുമോ? ഈ ചർച്ചകൾ മേഖലയിലാകെ പടർന്നിരിക്കുന്ന ആശങ്കയുടെ പുകപടലങ്ങൾ നീക്കം ചെയ്യാൻ സഹായകരമാകുമോ? ഈ ചർച്ചകൾ ഏറ്റവും ഒടുവിൽ ഇറാന്റെ പരമാധികാരം സംരക്ഷിക്കുന്ന നിലയിലേക്ക് മാറാൻ ഗുണകരമാകുമോ? ഇസ്രായേലിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് നിന്നുകൊടുക്കുന്ന ഒന്നായി ഈ ചർച്ചകൾ തരംതാണ് പോകുമോ എന്ന് തുടങ്ങി ലോകത്തിന് മുന്നിൽ ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ഒരുപിടി ചോദ്യങ്ങളുണ്ട്. പി ജെയിംസ് നമ്മളോടൊപ്പം തുടരുന്നുണ്ട് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. പി ജെയിംസ്, ഈ സമയം അത് വിശകലനത്തിന്റെയും വിലയിരുത്തലിന്റെയും കൂടി സമയമാണ്. കാരണം ഒരു ഭാഗത്ത് ആക്രമണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന കണ്ടാൽ അറിയാം, ഇറാനിലെ പുതിയ നേതൃത്വം ചർച്ചകൾക്ക് തയ്യാറാണെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട്, ഞാനും അതിന് വില്ലിംഗ് ആണ്. പക്ഷേ അതേസമയം അദ്ദേഹം പറയുന്നു, ഇറാനെതിരായിട്ടുള്ള ആക്രമണം അതിശക്തമായി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നു എന്നാണ്. നമുക്കറിയാം എങ്ങനെയാണ് ഒമാന്റെ മധ്യസ്ഥതയിൽ നടന്ന ഈ ചർച്ചകളൊക്കെ വെറും കെട്ടുകാഴ്ചകളായി മാറിയെന്നറിയാം. കാരണം ഈ അയത്തുള്ള അലി ഖംനയെ കൊലപ്പെടുത്താൻ വേണ്ടി സിഐയുടെ നീക്കം തുടങ്ങിയിട്ട് മാസങ്ങൾ 2-3 ആയി. അതിനിടയിൽ വളരെ വലിയ സൈനിക സജ്ജീകരണങ്ങൾ അമേരിക്ക നടത്തുന്നു. ഇസ്രായേൽ കേന്ദ്രീകരിച്ച് എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്തുന്നു. അവിടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി തന്നെ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഭംഗിയായി പോവുകയായിരുന്നു. ചർച്ചകളിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും കാര്യങ്ങൾ അമേരിക്കയും ഇസ്രായേലും ആവശ്യപ്പെട്ട് ഒരുവിധം എല്ലാ നിബന്ധനകളോടും ഇറാൻ വഴങ്ങുന്ന രീതിയിലേക്ക് എത്തുകയും ചെയ്യുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ചർച്ചകൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവരുമൊക്കെ അവർക്ക് പുല്ലുവിള നൽകിക്കൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും അവരുടെ പദ്ധതികൾ നടപ്പാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന സമാധാന ചർച്ചയുടെ സാധ്യതകളെ നമ്മൾ എങ്ങനെ വിലയിരുത്തും? ഗോപി, ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ലക്ഷ്യം ഭരണമാറ്റം തന്നെയാണ്. പക്ഷെ ഭരണമാറ്റം എളുപ്പമല്ലാത്ത, അപ്പോൾ ആ ഒരു അജണ്ട സമാധാന ചർച്ചയിൽ വന്നാൽ ഒരു തരത്തിലും ഇപ്പോഴത്തെ നേതൃത്വം അതിനെ വഴങ്ങാൻ സാധ്യതയില്ല. അങ്ങനെ വഴങ്ങിക്കൊണ്ട് അവർ മുഴുവൻ നീങ്ങി നിന്നുകൊണ്ട് പുതിയ നേതൃത്വം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാറിക്കൊടുക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ആണവ ആയുധം ഉണ്ടാക്കില്ലെന്ന കരാറോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ, ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലാണ് ജൂണിലെ യുദ്ധത്തിന് ശേഷം അവരുണ്ടാക്കിയത്. ഈ ബാലിസ്റ്റിക് മിസൈലുകളും മുഴുവൻ ഞങ്ങൾക്ക് നേരെ പ്രയോഗിക്കാനുള്ളതാണ്, ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തണം. മിക്കവാറും അതിൻ്റെ ഒരുപാട് സ്ഥലങ്ങൾ, ഫാക്ടറികൾ ബോംബിട്ട് തകർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആണവായുധ കേന്ദ്രങ്ങൾ, അതിപ്പോൾ സമ്പുഷ്ട യുറേനിയം ചെയ്യുന്നത് പോലും നിർത്തണമെന്നാണ്. അതിനൊന്നും അവർ സമ്മതിച്ചിരുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യം വയ്ക്കുന്നത് അമേരിക്കയോടും ഇസ്രായേലിനോടും അടുപ്പമുള്ള ഒരു ഭരണ അധികാര കേന്ദ്രം അവിടെ വരണമെന്നാണ്. അവിടെ ആരെ കൊണ്ടുവരുമെന്നുള്ള ചോദ്യം ഉദിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇറാനിലെ ആയത്തുള്ള ഖമനായി കൊല്ലപ്പെട്ട നേതാവിന് അനുകൂലമായ ഒരു ട്രെൻഡ് നിൽക്കുമ്പോൾ അതിനെതിരായിട്ട് ആരും ഉയർന്നു വരാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് 1979 ഇസ്ലാമിക വിപ്ലവ സമയത്ത് പുറത്താക്കപ്പെട്ട ഷായുടെ മകൻ മുഹമ്മദ് റസ്ല പഹലവി, അദ്ദേഹം അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയിരുന്നു. ട്രംപിന് നന്ദി പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ഇവിടെ വന്ന് ഭരണം ഏറ്റെടുക്കാൻ പറ്റില്ല. ബംഗ്ലാദേശിലെ ഖാലിദ് സിയയുടെ മകന് ഒരുപാട് 17 വർഷം പ്രവാസി ജീവിതത്തിന് ശേഷം വരാൻ പറ്റി. അങ്ങനെ ഒരു കാലാവസ്ഥയുള്ള ഇതായിരുന്നു അവിടെ. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്ക് വേരുകളുണ്ടായിരുന്നു. ഈ ഷായുടെ മകന് എന്ത് വേരുകളാണ് ഇറാൻ്റെ ഇതിലുള്ളത്? അതും 1979 ശേഷം അദ്ദേഹം അവിടെ വന്നിട്ട് പോലുമില്ല എന്ന് അറിയുന്നത്. അപ്പം അതുകൊണ്ട് അതൊരു ബദലല്ല. ഇനി ഇതിൽ നിന്ന് തന്നെ ഇനി ആരാണ് ഈ പ്രക്ഷോഭകാരികളിൽ നിന്ന് അങ്ങനെ ഒരു നേതൃത്വം ഉരുത്തിരിയാനുള്ള സാധ്യത ഇല്ല എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് ഇവിടെ വെനിസ്വേലയിൽ പോലും അവിടുത്തെ പ്രതിപക്ഷ നേതാക്കളെ കൊണ്ടുവരും ട്രംപ് എന്ന് പറഞ്ഞെങ്കിലും ട്രംപിനത് കഴിഞ്ഞില്ല. ട്രംപ് പറഞ്ഞത് അവരെ കൊണ്ടുവരാൻ എളുപ്പമല്ല. അവിടുത്തെ സൈന്യവും ഇവരൊക്കെ പിന്തുണച്ച മഡൂറോയെ കൊണ്ടുപോയെങ്കിലും വൈസ് പ്രസിഡന്റിനെ പിടിച്ച് അവിടെ പ്രസിഡന്റാക്കേണ്ടി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അമേരിക്കയ്ക്ക് അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള ഉറപ്പാണ്. പക്ഷേ ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യത്തിൽ അതുപോലെ തന്നെ നിലപാടുകളിൽ അമേരിക്കയും ഇസ്രായേലും പറയുന്ന രീതിയിലേക്ക് അത് മാറുക,
അണവായുധം ഉണ്ടാക്കാതിരിക്കുക, സമ്പുഷ്ട യുറേനിയത്തിൻ്റെ കേന്ദ്രങ്ങൾ പരിശോധിക്കാൻ അനുമതി കൊടുക്കുക, ഇങ്ങനെ ഏതൊക്കെ തരത്തിൽ ഇറാനെ മൂക്കേറിടാൻ പറ്റുമോ അതിനുള്ള ശ്രമമായിരിക്കും നടക്കുന്നത്. കാരണം ഇതിനെതിരെ ഏറ്റവും ഹാർഡ് ലൈനറായിട്ട് പോരാടിക്കൊണ്ടിരുന്ന ആളാണ് 37 വർഷമായി. 1989 അധികാരമേറ്റത് മുതൽ അമേരിക്ക ഇസ്രായേലിൻ്റെയൊക്കെ വധശ്രമങ്ങൾ എത്ര തവണ 6 തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു, 3 വർഷം ജയിലിൽ കിടന്നു. അങ്ങനെ ഒരുപാട് ഫൈറ്റ് നടത്തിയ ഒരാളാണ് കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന് 86 വയസ്സായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇറാൻ്റെ ഉരുക്കുമുഷ്ടി ഉപയോഗിക്കാനുള്ള കരുത്ത് ആ ഖമനായി എന്ന ആയത്തുള്ള ഖമനായിക്കാണ് ഉണ്ടായിരുന്നത്. അതിന് മത നേതൃത്വവും സൈന്യവും ഒക്കെ കൂടെ നിന്നു. ആ ഒരു സ്ട്രക്ചറാണ് ഇപ്പോൾ തകരുന്നത്. ആ തരത്തിലേക്ക് വേറൊരു നേതാവ് ഉയർന്നു വരുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. എന്തായാലും അവരുടെ പിൻഗാമി തന്നെയായിരിക്കും ഇറാൻ്റെ ഭരണ നേതൃത്വത്തിൽ ഉണ്ടാവുക. അത് പൊളിക്കാൻ എന്തായാലും സാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഗോപി, പി ജെയിംസ്, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു അയത്തുള്ള അലി ഖംനയെ കൊലപ്പെടുത്തിയതോടെ, വധിച്ചതോടുകൂടി ഒരു മാറ്റിയിടമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു രക്തസാക്ഷിത്വ പരിവേഷം അവിടെ ഉണ്ടായിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഇറാനിലെ ഭരണകൂടത്തിനെതിരെ ഭിന്നിച്ചു നിന്ന ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള കാരണമായി അത് മാറുകയും ചെയ്തിരിക്കുന്നു. അവിടെ ഇറാന്റെ പുതിയ നേതൃത്വം ആദ്യം തന്നെ പ്രതികരിച്ചത് ഞങ്ങൾ ഈ രക്തത്തിന് പകരം ചോദിക്കും എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു നിലപാടെടുക്കുകയും അതിന് തൊട്ടു പിന്നാലെ തന്നെ ശക്തമായ മിസൈൽ ആക്രമണങ്ങളുമായി പ്രത്യാക്രമണം നടത്തുകയും ചെയ്ത ഇറാൻ പൊടുന്നനെ ഒരു ചർച്ചയിലേക്ക് അതിന് സന്നദ്ധത അറിയിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്തായിരിക്കാം? അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ഈ ആക്രമണത്തെ ഇതേ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബുദ്ധിയാകില്ല എന്ന തിരിച്ചറിവിൽ നിന്നായിരിക്കുമോ? അതല്ല ഭരണ കൈമാറ്റത്തിനും അതോടൊപ്പം തന്നെ പുതിയ നേതാവിനെയും ഒക്കെ കണ്ടെടുക്കാൻ വേണ്ടിയുള്ള സാവകാശം എന്നത് ലക്ഷ്യം വെച്ചായിരിക്കുമോ? അതോ യഥാർത്ഥത്തിൽ ഇത് അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കുമോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇതില് ഇറാനെ മാത്രമായിട്ട് ഞാൻ കാണുന്നില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനാണ് ഇരയുടെ വേട്ടക്കാരൻ്റെ റോളിൽ അമേരിക്കയും ഇസ്രായേലിൽ നിൽക്കുന്ന അവരാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിട്ട് ഒന്നും അനങ്ങിയില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇറാന്റെ ആത്മവീര്യത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഒരുപക്ഷെ ഇസ്രായേലിലേക്കും US ബേസിലേക്ക് അടിക്കുന്നു എന്നുള്ള രീതിയിൽ US-ന് അമേരിക്കയ്ക്ക് അവർക്ക് പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്ന രാജ്യങ്ങൾക്കെതിരെ ഉള്ള ഒരു അറ്റാക്ക് നടത്തിയത്. പക്ഷേ അത് ഇറാൻ ഒരു കാര്യം അറിയാം, ഇത് കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം അവരുടെ സൈനിക ശക്തി അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഉണ്ടെങ്കിലും ആയുധ ശേഖരങ്ങൾ മുഴുവൻ ബോംബിട്ട് തകർത്തിരിക്കുകയാണ്. സൈനിക കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ആയുധ ഡെപ്പോകൾ, മിസൈൽ വേധക സംവിധാനം. പക്ഷേ ഗോപി, ഇത്രയും 200 യുദ്ധവിമാനങ്ങൾ ഇറാനിലേക്ക് ഇരമ്പിപ്പാഞ്ഞ് ചെന്നിട്ട് ഒരു വിമാനം പോലും വീഴ്ത്തിയതായി ഇറാൻ പറയുന്നില്ല. 2 വിമാനങ്ങൾ എവിടെ വീഴ്ത്തിയതായിട്ട് റിപ്പോർട്ടുകൾ വന്നെങ്കിൽ ഇതുവരെ 200 യുദ്ധവിമാനങ്ങൾ ഒരു രാജ്യത്തേക്ക് ചീറിപ്പാഞ്ഞു വന്ന മിസൈൽ വേധക സംവിധാനങ്ങൾ വർക്ക് ചെയ്യുകയും അതൊക്കെ അതിൽ കുറേ വിമാനങ്ങൾ അടിച്ചിടുകയും ചെയ്യണമായിരുന്നു. അതൊന്നും സാധിച്ചിട്ടില്ല. ഇറാന്റെ ദൗർബല്യങ്ങളെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് ഈ ചർച്ചയ്ക്ക് ആദ്യം തയ്യാറാവുക ഇറാൻ തന്നെയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഇറാൻ എല്ലാത്തിനും തയ്യാറായിരുന്നു, പിന്നെ എന്തിനാണ് അമേരിക്ക വന്ന് അടിച്ചതെന്ന് അബ്ബാസ് അർഗാച്ചിയും അതുപോലെ ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അമേരിക്ക ഇത് തീരുമാനിച്ചതാണ്. അമേരിക്ക അത് തീരുമാനിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഗോപി ഓർക്കുന്നുണ്ടാവും. അമേരിക്ക അടിക്കാൻ തയ്യാറല്ലെങ്കിൽ, ഇറാനെ ആക്രമിക്കാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ആക്രമിക്കും. അപ്പോൾ ഇതിൻ്റെ അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ്. ഈ യഹൂദൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് അമേരിക്കയെ കൺട്രോൾ ചെയ്യുന്നത് ന്യൂനപക്ഷമായ യഹൂദരാണ്. അവിടുത്തെ ആയുധ കച്ചവടം, ഇവിടെ ഇതൊരു ആയുധ കച്ചവടത്തിൻ്റെ ഇതും കൂടിയുണ്ട്. അത് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തില്ല. ഓരോ സ്ഥലത്ത് യുദ്ധമുണ്ടാക്കുന്നത്, യുക്രൈൻ യുദ്ധം 4 വർഷം, അത് തീരാൻ ഇരിക്കുകയാണ്. ഗസയിലെ യുദ്ധം തീർന്നു. ഇവിടെ ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അടിച്ചു. ഇപ്പോൾ ഇങ്ങനെ ഇത്രയും ആംസ് ആൻഡ് അമ്യൂണിഷൻസ് ആണ് വന്ന് അടിക്കുന്നത്. 1200 ബോംബുകൾ, മിസൈലുകൾ ആദ്യ ദിവസം തന്നെ ഞങ്ങൾ വർഷിച്ചു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പോൾ ഈ ആയുധ കച്ചവടത്തിൻ്റെ തലപ്പത്തിരിക്കുന്നത് യഹൂദരാണ്. അപ്പോൾ ഇതിനുള്ളിൽ ഈ രാഷ്ട്രങ്ങളിലെ രാഷ്ട്രീയ നേതൃത്വത്തിനപ്പുറത്ത് അവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് കോടിയുടെ ബിസിനസ് നടത്തുന്ന ആയുധ കച്ചവടക്കാരുടെ ഒരു എന്താ പറയുക കഴുകൻ കണ്ണുകൾ. എത്ര പേര് മരിച്ചാലും, എത്ര പേർ കൊല്ലപ്പെട്ടാലും, രക്തച്ചൊരിച്ചിലുണ്ടായാലും, കുരുന്നുകൾ കൊല്ലപ്പെട്ടാലും ഞങ്ങളുടെ കച്ചവടം നടക്കണമെന്ന് പറയുന്ന ഒരു വലിയ ഒരു ഭീമാകാരമായിട്ടുള്ള ആയുധ കച്ചവടക്കാർ, അത് പ്രധാനമായിട്ട് ലോക്കീഡ് മാർട്ടിനെ പോലെയുള്ള കമ്പനികൾ, അതിന് നേതൃത്വം നൽകുന്ന യഹൂദ നേതൃത്വം, അവിടുത്തെ ബാങ്കുകൾ, അവിടുത്തെ ഈ പറഞ്ഞ പോലെയുള്ള
ആയുധ കച്ചവട കേന്ദ്രങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവരാണ്. അപ്പോൾ അമേരിക്കയുടെ കാര്യത്തിൽ ട്രംപ് ഒറ്റയ്ക്ക് ഈ തീരുമാനമെടുത്ത് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. ട്രംപിനെ നിയന്ത്രിക്കുന്ന മറ്റ് ശക്തികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ അജണ്ട എന്താണെന്നുള്ളത് നമ്മൾ പുറത്തേക്ക് കാണുന്ന അജണ്ടയ്ക്ക് അപ്പുറത്ത് ഒരുപാട് പെർസ്പെക്റ്റീവും ഒരുപാട് ഇന്നർ ആയിട്ടുള്ള അജണ്ടകളും ഗൂഢാലോചനയും ഒക്കെ ഇതിന്റെ പിറകിൽ കാണാം. അതുകൊണ്ട് വെറുതെ വന്ന് ഇറാനെ കയറി ആക്രമിച്ചു എന്ന് വിചാരിക്കാൻ വയ്യ. അതിനകത്തൊരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഗോപി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.